വേറൊന്നുമില്ല, ഇപ്പോൾ കുറച്ചായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പുരുഷന്മാരുടെ പേരിൽ വല്ലാത്തൊരു അപവാദ വീഡിയോകളൊക്കെ നല്ല ഇറക്കുന്നുണ്ട്. അവിടെ ഫെമിനിസ്റ്റുകൾ പിന്നെ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് പറഞ്ഞിട്ട് അവിടെ നോക്കി പറഞ്ഞിട്ട് ഇതിനൊന്നും നമ്മളെ കോടതിയോ അല്ലെങ്കിൽ നമ്മളെ സർക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള വലിയ വലിയ ആൾക്കാരോ ഒന്നും ഇതിനെ പറ്റി സംസാരിക്കുന്നില്ല. അത് എന്താണെന്ന് നമുക്കൊന്നും അറിയുന്നില്ല. റീച്ചിന് വേണ്ടി പല കോപ്രായങ്ങളും കാട്ടുന്നത് ഇത് വലിയൊരു ആപത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ മുന്നേ അതിൽ മസ്താനി ആളുടെ ഫസ്റ്റ് വീഡിയോ അത് യഥാർത്ഥത്തിൽ ഒറിജിനൽ ആയതുകൊണ്ട് ആളെ പോലീസ് പൊക്കിയതിൻ്റെ എല്ലാ എവിഡൻസും ആയതുകൊണ്ട് അതങ്ങനെയാണ്ട് ഒതുങ്ങിപ്പോയി. അതിനുശേഷം രണ്ടാമതും ഒരു വീഡിയോ ഒരാഴ്ച മുന്നേ വന്ന് പിന്നെ പ്രായമുള്ള ഒരാൾ എന്നെ തൊട്ട് ഉരുമി അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ അത് പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട് അവർക്ക് റീച്ച് വേണമെന്നുള്ളത്. അവർ ആദ്യം ഒരു പോസ്റ്റ് ചെയ്തത് ഫേസ്ബുക്കിൽ അതിൽ 1 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമതൊരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ അപ്ലോഡ് ചെയ്തത് പറഞ്ഞാൽ ആ വീഡിയോയിൽ അവർ സ്ലോ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. സ്ലോ ആക്കിയിട്ട് കണ്ട് അവർ എന്നെ പിടിച്ച് ഇതായി എന്നെ തൊട്ടുരുമിക്കാണ്ടത് പോകണമെന്ന് പറയാനുള്ള ഒരു സെൻസിലാണ് അവർ ഇട്ടിട്ടുള്ളത്. അതിന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അത് ഒറിജിനലാണെന്നുണ്ടെങ്കിൽ ഒരാളും അത് ചെയ്യില്ല, അത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇനി ഇതിപ്പോൾ ഒരു പുരുഷനാണ് ഇതിൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞില്ല, ഒരുപാട് മാധ്യമക്കാരും അതിന് പിന്നാലെ പോലീസുകാരും അവനെ അറസ്റ്റ് ചെയ്യലും എല്ലാ കാര്യങ്ങളും കൊണ്ട് ഒരുപാട് പുകിലുകൾ വരും. അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടിയ സംഭവമാണ്. ഇത് എന്തായാലും ഇവിടെ ഈ വീഡിയോ മുതൽ ഇവിടെ നിർത്തലാക്കൽ നിർബന്ധമാണ്.